ഓം നമഃശിവായ. തുലാസ് അഥവാ ത്രാസ് കയ്യിൽ പിടിച്ചിരിക്കുന്ന മനുഷ്യന്റെ രൂപമാണ് തുലാം രാശിയുടെ രാശി സ്വരൂപം. ഈ രാശിയുടെ രാശിനാഥൻ ശുക്രനാണ്. കച്ചവടവും വ്യാപാര വ്യവസായാദി കാര്യങ്ങളിൽ നല്ല നൈപുണ്യവും താൽപ്പര്യവും ഈ രാശിയിൽ ജനിച്ചവർക്ക് വളരെ വർദ്ധിച്ച തോതിൽ ഉണ്ടായിരിക്കും. നീതിനിഷ്ഠയും നിഷ്പക്ഷ മനോഭാവവും ഈ ജാതകരിൽ ഭൂരിഭാഗം പേർക്കും ഉണ്ടാകുന്നതാണ്. ധാരാളം ധനം കൈവശമുണ്ടായിരിക്കുകയും കൊടുക്കൽ വാങ്ങലുകളിൽ നല്ല സത്യസന്ധത കാണിക്കുകയും ജന്മസിദ്ധമായ സ്വഭാവ രീതിയാണ്. പ്രവർത്തന മേഖല ഏതായിരുന്നാലും സ്ഥിതിഗതികൾ ശരിക്കും അളന്നും തൂക്കിയും മാത്രമേ അഭിപ്രായം രൂപീകരിക്കുകയും പ്രവൃത്തി പദത്തിൽ അത് കൊണ്ടുവരികയും ചെയ്യുകയുള്ളൂ. എത്രയൊക്കെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നാലും എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കുകയില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നത് ഇവരുടെ സ്വഭാവ രീതിയാണ്. അധികം തടിക്കാത്തതും ഇടത്തരമായതുമായ ശരീരപ്രകൃതിക്ക് ഇവർ ഉടമകളായിരിക്കും. നീതിരഹിതമായി പെരുമാറുന്നവരോട് ഇവർ തീരെ സഹകരിക്കുകയില്ല. ആരോടും പ്രത്യേകമായി ഒരു മമത കാണിക്കുകയോ അനുഭാവം പ്രകടിപ്പിക്കുകയോ ചെയ്യുകയുമില്ല. അതുപോലെ ആരോടും പ്രത്യേകിച്ച് വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്തുകയും ഇല്ല. നിയമവും നീതിയും അനുസരിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ രാശിയിൽ ജനിച്ചവർ. മേൽപ്പറഞ്ഞതായ സ്വഭാവ രീതികളിലും പെരുമാറ്റങ്ങളിലും ജനനസമയം ശുക്രന്റെ സ്ഥിതിക്കും ബലത്തിനും അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാവുന്നതാണ്. ശുക്രൻ നീചാവസ്ഥ പ്രാപിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകാവുന്ന ജനനങ്ങളിൽ ഇതിന്റെ നേർവിപരീതവുമായ ഫലങ്ങളും ചിലപ്പോൾ ഉണ്ടാകാവുന്നതാണ്. എങ്കിലും തുലാം രാശിജാതരായ ചിത്തിര 3, 4 പാദക്കാർക്കും ചോതി വിശാഖം 1, 2, 3 പാദക്കാരിലും ജനന സമയം തുലാം ലഗ്നമായിരിക്കുന്നവർക്കും മേൽപ്പറഞ്ഞ സ്വഭാവ വിശേഷങ്ങൾ പൊതുഫലങ്ങൾ ആയിരിക്കും. മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃശിവായ.